കഴിഞ്ഞൊരു ഒരാഴ്ചക്കാലം അല്ലേ, ഒട്ടനവധി അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. രാവിലെ മുതൽ രാത്രി വരെ മുഴുവൻ പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്. ചുറ്റുമുള്ള ആളുകളൊക്കെ വിചാരിക്കും ഇവർക്ക് എന്ത് പറ്റി, നല്ലൊരു ഈസ്റ്റർ ദിവസമായിട്ട് അവരുടെ വീട്ടിൽ ഈ ഒച്ചപ്പാടും ബഹളവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂല്ലോ, വേറൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഒരു പക്ഷേ ഈസ്റ്റർ ദിവസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലോകം ഈസ്റ്റർ എന്ന് വിളിക്കുന്ന, നമ്മൾ ഉയർപ്പ് തിരുനാൾ എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ ആ വരവിൻ്റെ ദിനം, ദൈവം നമ്മോട് ചേർന്നിരുന്ന ദിനത്തിൽ നമ്മളൊക്കെ ഉപവാസത്തിലായിരുന്നു അല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവാസത്തിൽ. അവിടെ നമ്മൾ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞു, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, അങ്ങനെ മുന്നോട്ട് പോയി. ഓരോ ദിവസവും കർത്താവിൻ്റെ കുറിച്ച് ഓർത്ത്, യേശു ചെയ്ത നന്മകളെ കുറിച്ച് ഓർത്ത് എല്ലാം നമ്മൾ മുന്നോട്ട് പോയി. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വിഷയം ചിന്തയ്ക്കായിട്ട് എടുത്തിട്ട് വീണ്ടും നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഒരു ചെറിയൊരു ചിന്ത. ആരെയാണ് ഈ ഗ്രൂപ്പിൽ നോക്കട്ടെ, വീഡിയോ ഓൺ ചെയ്ത് ആരൊക്കെ ഇരിക്കുന്നുണ്ട്? ഓക്കെ, ബേസിൽ ജോയ്. ബേസിലിനോടൊരു ചെറിയൊരു ഉപദേശം തരിക ആദ്യം തന്നെ. ബേസിലായിരിക്കും എൻ്റെ പൊന്ന് ബ്രദറെ, വന്നു കയറിയുള്ളൂ, അതിനു മുമ്പ് നമ്മളെ പിടിക്കുകയാണോ? നീ പേടിക്കണ്ട, നിനക്ക് ലാഭമുള്ളൊരു ബിസിനസ് പറയാനാ പറയുകയാണ്. അവൻ എന്തായാലും ഒരു ബിസിനസ്സുകാരനാണ്, അപ്പോൾ ലാഭമുള്ളൊരു ബിസിനസ് പറഞ്ഞുതരാം. അതായത് നിനക്കൊരു കല്യാണം വരുമ്പോൾ, ആ മുഖത്തെ സന്തോഷം നോക്കി, പെട്ടെന്ന് വരട്ടെ. ഓക്കെ, കല്യാണം വരുമ്പോൾ നീ ആരെയൊക്കെ വിളിക്കും? നിന്റെ കല്യാണത്തിന് നീ ആരെയൊക്കെ വിളിക്കും? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്. കേൾക്കാം. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, പിന്നെ ആരൊക്കെ? അയൽവക്കാര്. എല്ലാവരും വിളിക്കും. ഫ്രണ്ട്സിനെ വിളിക്കും, റിലേറ്റീവ്സിനെ വിളിക്കും, അയൽവക്കക്കാരെ വിളിക്കും. അങ്ങനെ നമുക്ക് ബന്ധമുള്ള സകലരെയും വിളിക്കും. ക്രിസ്തീയ പ്രിൻസിപ്പിൾ അനുസരിച്ച് ആരെയൊക്കെ വിളിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അറിയോ? ആരെ വിളിക്കണം? സഭയിലുള്ളവരെ. നീ എന്തേ അത് പറയാൻ? ഇപ്പം സഭയിലുള്ളവരുടെ കേസ് പറയാനെന്തേ? അപ്പം ഞങ്ങളൊക്കെ ഒഴിവാക്കി. അത് വിളിക്കാതെ തന്നെ വലിഞ്ഞു കയറി വരുമല്ലോ അല്ലേ? അതുകൊണ്ടായിരിക്കും പറയാതിരുന്നത്. വിളിച്ചാലില്ലെങ്കിൽ എന്തായാലും വരും. ഓക്കെ, കുടുംബത്തിലുള്ളവരെ പിന്നെ വിളിക്കണ്ടല്ലോ, വിളിച്ചില്ലെങ്കിലും വരും. അതായിരിക്കും ഉദ്ദേശിച്ചത്. നമുക്കൊരു വചനം വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു, നീയൊരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ബേസിലെ ശ്രദ്ധിക്കണേ, ആരൊക്കെ വിളിക്കരുത്? നീയൊരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സഹോദരന്മാരെയോ സ്നേഹിതരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഇവരാരെയും നീ വിളിക്കരുത്. ഇവരൊന്നും വിളിക്കണ്ടെന്ന്. ഇവരെ ഒരാളെ പോലും അടുപ്പിക്കരുത്, ഒരെണ്ണത്തിനെ പോലും വിളിക്കരുത്. ഇനി ആരെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അവർ നിനക്ക് നിന്നെ പകരം ക്ഷണിക്കുകയും അതും നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. അതായത് നമ്മൾ സാധാരണ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ. അതായത് ഈ കല്യാണത്തിന് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ പറവൂര് ഭാഗത്തൊരു കല്യാണത്തിന് പോയി. പറവൂര് ഭാഗത്ത് അത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപ, വളരെ ചെറിയൊരു ദ്വീപ. അപ്പോൾ ഈ കല്യാണത്തിന് ഞങ്ങൾ ഈ ചങ്ങാടം കടന്ന് വഞ്ചിയിലൊക്കെയാണ് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ പാലങ്ങളൊന്നുമില്ല അവിടെ. അപ്പോൾ ഇത് കടന്ന് ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ സ്ഥലം, ആകെ എല്ലാം കൂടിയിട്ട് ഒരു 10-70 വീട് കണ്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ ചെന്ന് കയറി ഈ വീടിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നതിൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു മേശയും കുറച്ച് കസേരയൊക്കെ ഇട്ട് ചില ചേട്ടന്മാരിയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറി പോകുമ്പോൾ, ഞാനും നമ്മൾ ഫോട്ടോഗ്രാഫിക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, നീ ഏതാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. ഓക്കെ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നവരോടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്, അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് സംസാരിച്ച് എന്തോ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെന്താ ഗുണ്ടാപ്പിരിവാണോ, ഇതെന്താ പരിപാടി എന്ന് വിചാരിച്ചു. സംഭവം വരുന്നില്ല, കല്യാണത്തിന് വരുന്നതിന് മുൻപ് തൊട്ടിപ്പുറത്തെ വീട്ടിൽ മേശയും കസേരയിട്ട് നിൽക്കുന്നത് പൈസ അങ്ങോട്ട് കൊടുത്തോണം, പൈസ കൊടുത്തിട്ട് വേണം കല്യാണ പന്തലിലേക്ക് കയറാൻ.
അവിടുത്തെ രീതി അതാ. അതായത് ആദ്യം സംഭാവന, അതിനുശേഷം ഭക്ഷണം. അല്ലാതെ ഭക്ഷണം കഴിഞ്ഞിട്ട് പോക്കറ്റിൽ തിരികെ കൊടുക്കുന്ന പരിപാടിയല്ല. ആദ്യം കല്യാണത്തിനുള്ള സംഭാവന കൊടുത്തിട്ട് വേണം. നമ്മളൊക്കെ വീടുകളിൽ ഒരു ബുക്ക് ഉണ്ടാവും, ആരൊക്കെ എത്രയൊക്കെ തന്നു. വടക്കേലെ പാപ്പേട്ടൻ 500 രൂപ, ഇപ്പുറത്തെ വർഗീതേട്ടൻ 500 രൂപ, ഇതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ളതാ. കല്യാണത്തിന് അവർ വിളിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്ന 500ഉം ഇങ്ങോട്ട് തന്ന 300ഉം ഒക്കെ തിരിച്ച് അത് തന്നെ തിരിച്ചു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഇതിങ്ങനെ ബുക്കിൽ എഴുതി വയ്ക്കും. മറ്റേ കവർ പൊട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ഫോട്ടോഗ്രാഫിയൊക്കെ കഴിഞ്ഞിട്ട് ചിലയിടത്ത് അഡ്വാൻസ് ചോദിക്കും. നമ്മളിങ്ങനെ തല മാന്തും, ചേട്ടാ എന്തെങ്കിലും ഒന്ന് നമുക്ക് അഡ്വാൻസ് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ മോനെ ഒരു 5 മിനിറ്റ് എന്ന് പറയും. അപ്പോൾ ഈ 5 മിനിറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോക്കറ്റിലുള്ള കവറുകൾ എടുത്തിട്ടിട്ട് ഈ കവറിലുള്ള പേരുകളിലുള്ള എമൗണ്ട് ഒരു ബുക്കിൽ എഴുതിയിട്ട് വേണം ഞങ്ങൾക്ക് തരാൻ. കാരണം തിരിച്ചു കൊടുക്കാനുള്ളതാണല്ലോ. എന്നിട്ട് ആ കവറിൽ നിന്ന് എണ്ണിയിട്ട് ഞങ്ങൾക്ക് തന്ന അങ്ങനത്തെ വീടുകളുണ്ട്, അങ്ങനത്തെ അവസ്ഥകളുണ്ട്. അതായത് അവരുടെ കയ്യിൽ അതേ ഉള്ളൂ തരാനായിട്ട്, ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്തിട്ട് എടിയാ ബുക്ക് എടുത്തടി എന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്ത് എല്ലാവരും തന്ന പൈസയൊക്കെ എഴുതി വെച്ചിട്ട് ആ കവറ് മാറ്റി വെച്ച് ആ കാശ് എണ്ണി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാനത് അങ്ങനെ മാറ്റി കൊണ്ടുവന്ന അവസ്ഥകളുണ്ട്. അപ്പം ഇങ്ങനെ കിട്ടുന്നത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു വ്യഗ്രത ലോക മനുഷ്യർക്കുണ്ട്. അതാണ് വചനം പറഞ്ഞിരിക്കുന്നത്, നീ ആരെങ്കിലും സദ്യക്കോ അത്താഴ വിരുന്നിനോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരെയോ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാകുകയും ചെയ്യും. അതിനെന്നാ കുഴപ്പം? നമ്മൾ അങ്ങോട്ട് കൊടുത്തു, തിരിച്ചിങ്ങോട്ട് കിട്ടി. സാധാരണ അങ്ങനെയല്ലേ? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നു, അവനെ ഒരു ചീത്ത അങ്ങോട്ട് വിളിച്ചു, അവനൊരു 2 ചീത്ത ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അല്ലേ? കൊടുത്താൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടണമല്ലോ. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ ഇത്? നമ്മൾ അവരുടെ കല്യാണത്തിന് ഒരു 500 രൂപ കൊടുത്ത് തിരിച്ചിങ്ങോട്ട് കിട്ടി. അതിനെന്നാ കുഴപ്പം? അതിനൊരു ചെറിയ കുഴപ്പമുണ്ട്. ആ കുഴപ്പമാണ് അടുത്ത വാക്യത്തിൽ വചനം പറഞ്ഞിരിക്കുന്നത്. അടുത്തോടും വായിച്ചു. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. നീ ദരിദ്രരെ വിളിച്ചാൽ, അല്ലെങ്കിൽ നീ മുടന്തരെയോ കുരുടരെയോ വികലാംഗരെയോ കഴിയാൻ പറ്റാത്ത ആളുകളെ, ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ആളുകളെ വിളിച്ചാൽ നീ ഭാഗ്യവാനായിരിക്കും. എന്താണ് നിന്റെ ഭാഗ്യം? അതും കൂടി വായിച്ചു. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല, നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ആമേൻ, ഹല്ലേലൂയ. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലമുണ്ടാകും, നിനക്ക് പ്രതിഫലമുണ്ടാകും എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്തത് തിരിച്ചു കിട്ടാത്തതിൻ്റെ വേദനയാണ് പലർക്കും. ഒരുപക്ഷെ സ്നേഹം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തതായിരിക്കാം. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചു, എത്രത്തോളം ഞാൻ സ്നേഹിച്ചു, ഒട്ടനവധി ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ കളഞ്ഞു ബ്രദറെ. എൻ്റെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കളഞ്ഞേ. എത്ര വർഷം കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മക്കളെ അവരെ പെറ്റുണ്ടാക്കി, അവർക്ക് വെച്ച് വിളമ്പിക്കൊടുത്തു, അവർക്ക് വേണ്ടത് സകലതും ചെയ്തു. എന്നിട്ട് ഇപ്പോഴാണെങ്കിൽ അവന്മാർ തിരിഞ്ഞും കൂടി നോക്കുന്നില്ല. പരാതിയാ, വേദനയാ. ചില അപ്പന്മാർ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് ചെയ്തു, പക്ഷേ തിരിച്ചൊന്നും ലഭിച്ചിട്ടില്ല. അവരാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഒരു നേരത്തെ മരുന്നിന് പോലും കാശ് തരുന്നില്ല. ചിലർ പറയണേക്കെ ഞാൻ എല്ലാവരെയും സഹായിച്ചു, എൻ്റെ പെങ്ങന്മാരെ കെട്ടിക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ ബന്ധുക്കാർക്ക് ഞാൻ കുറേ ചെയ്തു കൊടുത്തു, എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ കാശുണ്ടായ സമയത്തൊക്കെ എല്ലാവർക്കും എന്നെ വേണമായിരുന്നു. ഇപ്പോൾ ഒരുത്തിനും വേണ്ട ബ്രദറെ, ഒരുത്തിനും വേണ്ട. കഷ്ടമാണ്, ദുരിതമാണ്, അവസ്ഥ വെറുതെ മോശമാണ്, ദാരിദ്ര്യമാണ്. 2 തരത്തിൽ ഈ മേഖല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. 2 തരത്തിൽ. അതായത് എല്ലാം ചെയ്തിട്ടും സകലതും കഷ്ടപ്പെട്ടിട്ടും ഒത്തിരി മേഖലകളിൽ പലരെ സഹായിച്ച് പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥ 2 തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. എന്താണ് ഈ 2 തലം? അതായത് ഒരു തലം നോക്കിക്കഴിഞ്ഞാൽ ചില ശാപത്തിന്റെ മേഖലകൾ. കുറെ അധ്വാനിച്ചു, കുറെ കഷ്ടപ്പെട്ടു, കുറെ ചെയ്തു, പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും അതിനേക്കാളേറെ തിന്മ പ്രവർത്തികളോ മറ്റു മേഖലകളിലോ ജീവിച്ച വ്യക്തികളാണെങ്കിൽ അവർക്ക് തിരിച്ചു കിട്ടാൻ യോഗ്യതയില്ലാത്തത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഒരു കണക്കിലും അത് തിരിച്ചു വരത്തില്ല. ഒരു തരത്തിലും അവൻ തിരിച്ചനുഭവിക്കത്തില്ല. ചില കുടുംബങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മക്കൾ ഭയങ്കര പ്രാർത്ഥനയാണ്, മക്കൾ 2 പേരും നല്ല പ്രാർത്ഥനയാണ്. അപ്പനാണെങ്കിൽ മുഴുക്കുടിയൻ, അമ്മയാണെങ്കിൽ മുഴു വിഗ്രഹാരാധന, സകലത്തിൻ്റെയും പിന്നാലെ നടക്കുന്ന ഒരു സാധനം.
എത്ര പറഞ്ഞാലും മാറത്തില്ല, എങ്ങനെ പറഞ്ഞാലും മാറത്തില്ല. ഈ ഭവനം ഒന്ന് അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഒരനക്കം ഉണ്ടാവില്ല. ഇനി ആ മക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് ജോലി, അതായത് ആ മകൻ ചിലപ്പോൾ വർഷങ്ങൾ കർത്താവിൻ്റെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ കൂടെ നടന്നു കഴിയുമ്പോൾ ആ മകന്റെ വിശ്വാസത്തെ പ്രതി മക്കൾക്കൊരു വിസ കിട്ടും. എവിടേക്കെങ്കിലും ഒന്ന് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഗൾഫിലേക്കോ ഒരു വിസ കിട്ടി. ഇതൊന്നും പോയിന്ന് വെക്കാം. അങ്ങനെ പോയി വിസ കിട്ടി, ജോലിയായി, ലക്ഷങ്ങൾ സമ്പാദ്യമായി, ആദ്യത്തെ തുക അക്കൗണ്ടിൽ വരുന്നതിന് മുൻപ് ഈ അപ്പനും അമ്മയും രോഗിയാവും. ഇത് വീഴും, രോഗിയാവും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ? അതായത് അനുഭവിക്കാൻ ഒരർഹതയും ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ, അവരുടെ ചെയ്തികൾ വെച്ച്, അവരുടെ പ്രവൃത്തികൾ വെച്ച് ഈ ഭൂമിയിൽ ദൈവികമായ അനുഗ്രഹം അനുഭവിക്കാൻ യോഗ്യതയില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? യോഗ്യതയില്ലാത്തത് കൊണ്ട് ദൈവം അനങ്ങത്തില്ല. സാത്താൻ അതുമ്മ പിടിച്ചു നിർത്തുകയും ചെയ്യും. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഭവനം കഷ്ടതയിൽ ഇങ്ങനെ വർഷങ്ങളോളം, ചിലപ്പോൾ 1, 2, 3, 4. പക്ഷെ മക്കളുടെ വിശ്വാസത്തെ പ്രതി ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മക്കൾ കർത്താവിൽ ശക്തമായി നിൽക്കുക. മാതാപിതാക്കളുടെ വിശ്വാസം നോക്കിയിട്ട് ഈ ഭവനത്തെ അനുഗ്രഹിക്കാനും പറ്റത്തില്ല, അവരുടെ പ്രവൃത്തി നോക്കിയിട്ട് ഒരനുഗ്രഹവും വരാനും പറ്റത്തില്ല. പക്ഷെ മക്കളുടെ വിശ്വാസം, അവരുടെ ആത്മാർത്ഥത, ദൈവത്തെ പ്രതിയുള്ള തീഷ്ണത നോക്കുമ്പോൾ ദൈവ ഭവനത്തെ ആണ് അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ ആ മകനെയാണ് അനുഗ്രഹിക്കും. പക്ഷെ ആ മകനെ അനുഗ്രഹിച്ച് അവൻ്റെ ബാങ്ക് സെറ്റായി നിൽക്കുമ്പോൾ മകൻ ആഗ്രഹിക്കും ഈ അമ്മേനെ ഒന്ന് പുറത്തു കൊണ്ടുപോവുക, ഈ അപ്പനെ ഒന്ന് പുറത്തു കൊണ്ടുപോവുക. പക്ഷേ നടക്കില്ലെന്ന്. അതപ്പോഴേക്കും രോഗിയായിട്ടോ കിടപ്പായിട്ടോ ഒരു തരത്തിലും അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത ചില മേഖല, അതുകൊണ്ട് ഇങ്ങനെ വരും ചില കേസുകൾ. ഇനി ഇതിനേക്കാൾ വ്യത്യസ്തമായ ഒരു മേഖലയുണ്ട്. അതായത് എല്ലാം കൈയഴിഞ്ഞു കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, എല്ലാവരെയും സഹായിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആരിൽ നിന്നും നമുക്ക് സഹായം കിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആരും നമുക്ക് സഹായം ചെയ്തില്ല. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുമ്പം, അവൻ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഞാൻ പോയി കൂടെ നിന്നു. ഞാൻ 2 ദിവസം ബൈസ്റ്റാൻഡറായിട്ട് നിന്നു. അത്യാവശ്യം കുറച്ച് കാശ് ഞാൻ സഹായിച്ചു. പക്ഷെ എൻ്റെ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ യാതൊരു വിധത്തിലും തിരിഞ്ഞു നോക്കിയില്ല. ഒരു പൈസയും തന്നില്ല. ഇത് ചില കേസുകൾ ദൈവം അനുവദിക്കുന്നതാ. കാരണം നീ ചെയ്തത് അങ്ങനെ തന്നെ നിനക്ക് തിരിച്ചു കിട്ടിയ, നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ല, ദൈവസന്നിധിയിൽ പ്രതിഫലമില്ല, ആ കർത്താവിൽ നിന്ന് നിനക്ക് പ്രതിഫലമില്ല. പകരം എവിടെ നിന്ന് കിട്ടി? ഭൂമിയിൽ നിന്ന് കിട്ടി. നീ അങ്ങോട്ട് കൊടുത്തു, നിനക്ക് എന്ത് കിട്ടി? ആ കൊടുത്തത് നിനക്ക് തിരിച്ചു കിട്ടി. നീ സ്നേഹം കൊടുത്തു, നിനക്ക് സ്നേഹം തിരിച്ചു കിട്ടി. നീ പണം കൊടുത്തു, നിനക്ക് പണം തിരിച്ചു കിട്ടി. നീ അധ്വാനം കൊടുത്തു, നിനക്ക് അധ്വാനം തിരിച്ചു കിട്ടി. നിന്റെ വീട്ടില് അവൻ സഹായിക്കാൻ വന്നു. നീ ഹോസ്പിറ്റലായിരുന്നപ്പോൾ നിന്റെ ബൈസ്റ്റാൻഡറായി, നിന്റെ കാര്യങ്ങൾ നോക്കി ഇതെല്ലാം ചെയ്തു. ആ വ്യക്തി ഇതൊന്നും ചെയ്യുന്നില്ലെന്ന് വെച്ചോ, നമ്മളെല്ലാം കൊടുത്തു, നമ്മളിങ്ങനെ കൊടുക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാ. എല്ലാം കൊടുത്തു, എല്ലാ നന്മകളും കൊടുത്തു, പക്ഷെ ഒന്നും എന്ത് ചെയ്തില്ല? ഒന്നും തിരിച്ചു കിട്ടിയില്ല. ദൈവം ചിലത് അനുവദിക്കത്തില്ല. നീ തിരിച്ചു കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം, നീ കൊടുക്കണ്ട. ഞാൻ സ്വർഗത്തിൽ നിന്ന് എൻ്റെ മോന് കൊടുത്തോളാം, എൻ്റെ മകൾക്ക് ഞാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തോളാം, നീ കൊടുക്കണ്ടെന്ന്. നിന്നെ കൊണ്ട് കൊടുക്കാൻ, ചിലത് ഭൂമിയിലെ വ്യക്തികളെ കൊണ്ട് കൊടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ചെയ്തത് നിന്റെ സഹോദരങ്ങൾക്ക്, നിന്റെ ബന്ധുമിത്രാദികൾക്ക്, നിന്റെ ചുറ്റുപാടുമുള്ളവർക്കും നീ കടം കൊടുത്തത് തിരിച്ചു തരാൻ ചിലപ്പോൾ ദൈവം അനുവദിക്കത്തില്ലെന്ന്. എൻ്റെ ഒരു ചേട്ടൻ കുറച്ച് വർഷം മുമ്പ്, എൻ്റെ ഒരു റിലേറ്റീവാ, എൻ്റെ ചേട്ടനാ. അപ്പം ചേട്ടൻ വന്നിട്ട്, എടാ എനിക്ക് കുറച്ച് പൈസ വേണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എത്ര പൈസ വേണ്ട? ചേട്ടൻ്റെ പൈസ ചോദിച്ചു. ഞാൻ ആ പൈസ എടുത്തു കൊടുത്തു. അപ്പം ആ പൈസ ഞാനിങ്ങനെ എണ്ണി കൊടുക്കുന്ന നേരത്ത് എൻ്റെ ഭാര്യ ചായയും കൊണ്ട് വന്നു. അപ്പോൾ ഭാര്യ ചായയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ ചേട്ടൻ ഭാര്യയുടെ അടുത്ത്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ തിരിച്ചു കൊടുത്തോളാം, നീ പേടിക്കണ്ട, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ തിരിച്ചു കൊടുക്കും. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറയാ. അപ്പൊ ഇവള് ചോദിച്ചു, അല്ല ഇതിനകത്ത് ഞാൻ ആരാ? എനിക്കെന്ത് ബന്ധം? നിങ്ങൾ ചേട്ടൻ അനിയൻ, പണം കൊടുക്കുന്നു, വാങ്ങുന്നു, ചിലപ്പോൾ കിട്ടില്ല, വാങ്ങില്ല, കൊടുക്കില്ല. ഞാൻ ഇതിനകത്ത് എനിക്കൊരു ബന്ധമില്ലെന്നേ. നിങ്ങൾ കൊടുക്കുകയോ വാങ്ങുകയോ, എനിക്ക് ഈ വക ടെൻഷനൊന്നുമില്ല, ഈ വക പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് പോയി ചെയ്തു. ചായ കൊടുത്തിട്ട്
വർത്താനം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. ഇത് കഴിഞ്ഞൊരു 1 വർഷം കഴിഞ്ഞു, ഒരു 2 വർഷമായി. ചേട്ടൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് തരാൻ പറ്റുന്നില്ല. അപ്പം ഇത് കഴിഞ്ഞ് ഒരു 2 വർഷമൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഈ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടുപുറത്തെ വീട്ടിലെ കല്യാണത്തിന് ഞാൻ ചെന്നേക്കാം. അപ്പോൾ നമ്മൾ വീഡിയോഗ്രാഫറാണ്, നമ്മൾ വെളിച്ചപ്പാടാണ്, അവിടെ തുള്ളുക. നമ്മളെ കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ, നമ്മളെല്ലാവരും കാണും. അപ്പം ഞാനവിടെ ചുറ്റുപാടൊക്കെ കറങ്ങി നടന്ന് എല്ലാം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞ് പന്തലിലെ പരിപാടിയും കഴിഞ്ഞ് എന്നിട്ട് ഈ ആളെ കണ്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഈ ചേട്ടനെ ദൂരമായിട്ടും കണ്ടില്ലല്ലോ, എങ്ങോരെവിടെ പോയി, ഇവിടെ ഇല്ലായിരിക്കുമോ. കല്യാണമൊക്കെ കഴിഞ്ഞ് കൈപിടിച്ചേപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പൈസ വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ചായ പിടിച്ചിട്ട് പോകാം, ചേട്ടൻ്റെ അടുത്ത് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ചേട്ടൻ എന്ത് പറ്റിയെന്ന് വിചാരിച്ച് അന്വേഷിക്കാൻ ചെന്നപ്പോൾ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, നിങ്ങളെ കല്യാണത്തിന് കണ്ടില്ലല്ലോ. ഞാൻ വന്നായിരുന്നുടാ. കല്യാണത്തിന് വന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തൊന്നും മിണ്ടിയില്ലല്ലോ, മിണ്ടാതെ പോയല്ലോ. അത് ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് അത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ വായിൽ തോന്നിയ കുറേ ചീത്തേണ്ട് വിളിച്ചു പറഞ്ഞു. എനിക്ക് പറയാവുന്ന 2-3 ചീത്തക്കേട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മേലാൽ ഈ പരിപാടി കാണിക്കരുത്. അപ്പം പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു തരാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ മുമ്പിൽ വരാനൊരു മടി. ഈ ഒരു മടി ഉള്ളത് കൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പുള്ളി വന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പൈസ തരാൻ പറഞ്ഞു, വേഗം തരാൻ പറഞ്ഞു. എനിക്ക് ഇപ്പം എൻ്റെ പൈസ കിട്ടണമെന്ന് പറഞ്ഞു. പൈസ കിട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ, നിങ്ങൾ ആ ഉടായ്പ പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എടാ എനിക്ക് കുറച്ചുകൂടി അവധിയാണ്, എനിക്ക് ഒരു അത്യാവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു, പൈസ തന്നിട്ട് ഞാൻ വിടത്തുള്ളൂ, ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ പൈസ കിട്ടണം. എടാ നീ പറഞ്ഞ കേക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നേ പൈസ വേണം, അല്ലെ നിങ്ങളുടെ സ്നേഹം വേണം. ഇപ്പം എന്ത് തരാൻ പറ്റുമെന്ന് ഒന്നോന്നാൻ പറഞ്ഞു. എടാ ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു, ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം പണം കൊണ്ട് നഷ്ടപ്പെടാണെങ്കിൽ എനിക്ക് ആ പൈസ ഇങ്ങോട്ട് തന്നേക്കാം, അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. ആ ബന്ധം മതി, ആ സ്നേഹം മതി, ആ പണം അങ്ങോട്ട് മാറ്റി വെച്ചോ, അപ്പോൾ പ്രോബ്ലം തീർന്നു. അതായത് ചിലടത്ത് നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തും, നമ്മുടെ സ്നേഹം നഷ്ടപ്പെടുത്തും. ഇവിടെ കർത്താവിന് നിങ്ങളെ എന്ത് കൊടുത്തിട്ടാണ് നിങ്ങളെ തിരിച്ചു വിളിച്ചേ, നിങ്ങളെ വീണ്ടെടുത്തേ, നിങ്ങളെ വിശുദ്ധീകരിച്ചേ, നമ്മളെ മഹത്വപ്പെടുത്തിയത് നമ്മൾ എന്ത് കൊടുത്തിട്ടാ കർത്താവിന്? നമുക്കിനി എന്ത് പകരം കൊടുക്കാൻ പറ്റും? എന്ത് കൊടുത്ത് ഇതിനെ ഒന്ന് ടാലിയാക്കാൻ പറ്റും? ഇന്ന് പലരുടെയും പ്രശ്നം, ഈ ഭൂമിയിലായിരിക്കുന്ന പല വ്യക്തികളുടെയും പരാതി, ഞാനിത് ആരെയും കുത്തി പറയുന്നതല്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാ അത് മനഃപൂർവ്വമല്ല, അത് അറിയാതെ സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനഃപൂർവ്വമായിട്ട് കൂട്ടിക്കും, എന്നാലും കുഴപ്പമില്ല. ചില അമ്മച്ചിമാര് വന്നിട്ട് പറയും, ബ്രദറെ തിരിച്ചു കിട്ടുന്നില്ല, ബ്രദറെ കൊടുത്തു നടക്കുന്നില്ല. ചിലവർ വന്നിട്ട് പറയും, ഞങ്ങളെ എന്തോരം അവരെ സ്നേഹിച്ചതെന്നറിയാമോ, എന്നിട്ട് ഒരു തുള്ളി സ്നേഹം. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ പലർക്കും കൊടുത്തു, പല കാര്യങ്ങൾ ചെയ്തു, പക്ഷേ എന്തെങ്കിലും നമുക്ക് കുറവുണ്ടോന്നും തിരിച്ചറിഞ്ഞു നോക്കിയേ. എന്തെങ്കിലും നമുക്ക് കുറവുണ്ടോ? നമ്മൾ കൊടുത്തു, ആ കൊടുത്ത വ്യക്തിയിൽ നിന്ന് തിരിച്ചു കിട്ടില്ല. പക്ഷെ കൊടുത്ത വ്യക്തിയിൽ നിന്നും കിട്ടാത്തത് 1000കണക്കിന് മടങ്ങ് മറ്റുള്ളവരിലൂടെ സ്നേഹമാകട്ടെ, സന്തോഷമാകട്ടെ, എല്ലാ മേഖലയിലും നമുക്ക് കിട്ടിയിട്ടില്ലേ? ഇല്ലേ സിവിച്ചേട്ടാ, കിട്ടിയിട്ടില്ലേ? നിങ്ങളുടെ വീട്ടുകാർ തള്ളിയപ്പോ പ്രാർത്ഥനക്കാർ നിങ്ങളെ ചേർത്ത് പിടിച്ചില്ലേ? സഹോദരങ്ങൾ ചേർത്ത് പിടിച്ചില്ലേ? ഞാൻ വീട്ടുകാർ തള്ളിയതല്ല, ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും പലയിടത്തും. അതായത് ഒരുപക്ഷെ ചുറ്റുപാടുകൾ നമ്മളെ അംഗീകരിക്കാതെ വന്നപ്പോ ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊരു വിലയുണ്ട്, ദൈവസന്നിധിയിൽ അല്ലെ. പലരും സിബി ബ്രദറെ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ, സിബിച്ചേട്ട എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ച് ചേട്ടന്റെ മുമ്പിൽ ഒരു വാക്കുകൂടി ചേർക്കണമായിരുന്നു, അങ്ങനെ വിളിക്കാൻ പാടുള്ളായിരുന്നു. പക്ഷെ ആ കയ്യിലിരിപ്പ് നോക്കാതെ ദൈവം നമ്മളെ മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാന്യതനാക്കി, അനുഗ്രഹീതനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ. കർത്താവ് പറയാ, നീ കൊടുക്കണ്ട, ചിലത് നമ്മളെ അടയ്ക്കും ദൈവം വാതില്, പകരം ദൈവം കൊടുക്കും. ദൈവം കൊടുക്കാൻ അനുവദിക്കും, ദൈവം പറയുന്നവരിലൂടെ കൊടുക്കും. അതേ ദൈവം അനുവദിക്കുന്നുള്ളൂ. അതാ ഇവിടെ നമ്മളെ വചനം വായിച്ചത്, അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല, നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നീ കൊടുത്തോ, നീ കൈ അടഞ്ഞു കൊടുക്ക്, നീ കൊടുക്ക്. ദൈവമക്കൾക്കോ മറ്റുള്ളവർക്കോ ആർക്കാന്ന് വെച്ചാൽ നീ കൊടുക്ക്. തിരിച്ച് കിട്ടാത്തവരിലേക്ക് നീ കൊടുക്ക്. നിനക്കൊരിക്കലും വിളിച്ചൊരു വിരുന്ന് തരാൻ പറ്റാത്തവർക്ക് നീ കൊടുക്ക്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോ ദൈവം തരുന്ന പ്രതിഫലം വലുതാ. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാം. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്,
അവിടുന്ന് ആ കടം വീട്ടും. ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ ആരോടാണ്? കർത്താവിനാണ് കടം കൊടുക്കുന്നത്. ഓക്കെ. ഒരാൾക്ക് കടം കൊടുക്കാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? വചനം പറയാണ്, നീ ദരിദ്രന് കടം കൊടുക്കുകയാണെങ്കിൽ, നിനക്ക് തിരിച്ചു തരാൻ പറ്റാത്തവന് നീ കൊടുക്കുകയാണെങ്കിൽ, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ എന്താ ചെയ്യുന്നത്? യഹോവയ്ക്ക്, കർത്താവിന്, ദൈവത്തിന് വായ്പ കൊടുക്കുന്നു, ദൈവത്തിന് കടം കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് ദൈവം പകരം കൊടുക്കും, ദൈവം പകരം നൽകും. നീ തിരിച്ചു കിട്ടുമെന്ന് കരുതിയിട്ടാണ് നീ സ്നേഹം കൊടുത്തതെങ്കിൽ നിനക്ക് സ്നേഹം കിട്ടത്തില്ല. നീ മനുഷ്യയിൽ നിന്നുള്ള സ്നേഹം പ്രതീക്ഷിച്ചാൽ മതി, ദൈവത്തിൽ നിന്നുള്ളത് പ്രതീക്ഷിക്കരുത്. നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. നീ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആത്മീയ ഗുരുവിനെ എടുക്കുക, നമ്മുടെ ബ്രദറിനെ എടുക്കുക. അതല്ലേ നമ്മൾ മറ്റുള്ളവരെ എടുക്കുന്നതിൽ നല്ലത്. നമുക്ക് നമ്മുടെ ബ്രദറിൻ്റെ കാര്യങ്ങൾ നോക്കാം. ബ്രദറിൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ ആ ഹാളിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് നോക്കി. ഞാൻ നോക്കിയപ്പോൾ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ടവരാണ് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന എല്ലാവരും. ബ്രദറിന്റെ റിലേറ്റീവ്സ് ഉണ്ട്, ചേട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, അവരും ഉണ്ട്. പക്ഷേ അവിടുത്തെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നത് നോക്കുമ്പോൾ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ടവരാണ് കൂടെ നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബ്രദർ എന്ത് ചെയ്തു? അവരുടെ ആ കാര്യങ്ങളിൽ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ബ്രദർ ഇപ്പം അവരുടെ ഫാമിലിപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവമക്കളുടെ കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കും, ദൈവ പൈതലിൻ്റെ കാര്യത്തിൽ. നമ്മുടെ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മുടെ റിജോ ബ്രദർ ഒരു ദിവസം ഈ കൊറോണ വന്ന് ഒരു വിളിച്ചു, ബ്രദറിനെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് കിട്ടാതെ ശിവ ബ്രദറിനെ വിളിക്കുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ട് വിളിക്കുന്നേ, ബ്രദറെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. ഇവൻ്റെ ഈ ശ്വാസം മുട്ടൽ കേട്ടിട്ട് ബ്രദർ ആ ഫോൺ കട്ട് ചെയ്യാതെ താക്കോലെടുത്ത് നടന്ന് നേരെ കാറി കയറി അവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങി. ഈ കോള് കട്ട് ചെയ്തിട്ട് നേരെ എനിക്ക് കോൾ ചെയ്തു. എടാ നീ എവിടെയാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രദറെ വീട്ടിലുണ്ട്, നീ ജംഗ്ഷനിലേക്ക് വാ, ഞാൻ റിച്ചോൻ്റെ അടുത്തോട്ട് പോവാന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പെട്ടെന്ന് ജംഗ്ഷനിലേക്ക് ചെന്നു. ജംഗ്ഷനിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ജംഗ്ഷനിൽ ചെല്ലുമ്പോഴേക്കും ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് ജംഗ്ഷനിലെത്തി. എൻ്റെ വീടിൻ്റെ ആ ജംഗ്ഷനിലെത്തി. ചാടി വണ്ടി കയറി നേരെ റിച്ചോ ബ്രദറിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ കൊറോണയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മാസ്ക് ഇട്ട് മറ്റേ PPE കിറ്റ് ഇട്ട് ഒരു 4 അടി അകലത്തിൽ മാറ്റി നിർത്തി കാര്യങ്ങൾ ഉറക്ക ചോദിച്ച് പേരും ഡീറ്റെയിൽ എഴുതിയെടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി നേരെ റിച്ചോൻ്റെ വീടിൻ്റെ അടുത്തോട്ട് വന്നു. താഴെ ചെന്നു, അകത്ത് കയറി അവൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച്, അവൻ്റെ നെഞ്ചത്ത് തൊട്ട് പ്രാർത്ഥിച്ച്, അവനെ പ്രെയർ ചെയ്ത് അവൻ്റെ ശ്വാസം മുട്ട് മാറ്റി ഹീൽ ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് വണ്ടി കയറിയിട്ട് കാറിൻ്റെ അകത്തിരുന്നിട്ട് ബ്ലെസ്സിങ് വാട്ടർ തെളിച്ച് ഞങ്ങൾ രണ്ടുപേരെയും ബ്ലെസ് ചെയ്തിട്ട് പരസ്പരം ബ്ലെസ് ചെയ്ത് ബ്രദർ പിന്നെയും ആ കാറിലിരുന്നൊരു 5-10 മിനിറ്റ് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ശക്തമായിട്ട് പ്രെയർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, ബ്രദറെ നമ്മൾ അവിടെ പ്രെയർ ചെയ്തു, ഇവിടെ എന്താ ചെയ്തേ എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നമ്മൾ ശിരസിൽ കൈവച്ച് കൊറോണയോട് 2 കാര്യം പറയാം. ആ ബന്ധനത്തോട്, ആ രോഗാവസ്ഥയോട് 2 കാര്യം പറയാം, 2 രീതിയിൽ. അത് ഡെലിവറൻസ് ശുശ്രൂഷകർക്ക് മാത്രമുള്ള കാര്യമാണ്. ആ രോഗത്തെ വേണമെങ്കിൽ ഏറ്റെടുക്കാം, ആ കൊറോണയുടെ ആ മേഖലയെ ഏറ്റെടുക്കാം. കാരണം ഇപ്പോൾ ഈ രോഗാവസ്ഥ ആർക്ക് താങ്ങാൻ പറ്റത്തില്ല, റിജോന് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് സ്വയം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കാം, എന്നിട്ട് അതിനെ പുറത്ത് കൊണ്ടുപോയി അഴിക്കാം. ഇത് ഡെലിവറൻസ് ശുശ്രൂഷകർക്ക് മാത്രം കേട്ടോ, നിങ്ങൾ പോയിട്ട് ഈ പണിയൊന്നും കാണിക്കരുതേ. ഡസ്റ്റിൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നാളെ പോയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇത് ദൈവം തൻ്റെ റിജോ ബ്രദർ ഉണ്ട്, തല പൊന്തി, ഞാൻ ഇപ്പോഴാണ് കണ്ടേ. ഓക്കെ, ബ്രദർ ഉണ്ട്. ഞാൻ ഇനി അയർലൻഡ് ആയതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് ഉണ്ടാവോ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. അതായത് ശ്വാസം പുറത്തേക്ക് വിടാനോ വലിക്കാനോ കഴിയാതെ നിൽക്കുമ്പോൾ ഒരു ദൈവദാസൻ, ഒരു ദൈവ പൈതൽ നിൽക്കുമ്പോൾ മറ്റുള്ള എല്ലാം വിട്ടിട്ട് ഓടി ഇറങ്ങി വരണമെങ്കിൽ എന്ത് വേണം? ദൈവത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. നമ്മൾ ആലോചിച്ച് നോക്കി, റിജോ ബ്രദറിന് മാത്രമല്ല ബ്രദർ ഇത് ചെയ്തത്. ഇത് കഴിഞ്ഞ 10-40 വർഷത്തെ 38 വർഷത്തെ ശുശ്രൂഷയില് 10,000 കണക്കിന് ആളുകൾക്ക് വേണ്ടി ബ്രദർ ഇത് ചെയ്തിട്ടുണ്ട്.
10,000-കണക്കിന് ആളുകൾക്ക് വേണ്ടി ബ്രദർ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ സാമ്പത്തികമാകാം, ചിലപ്പോൾ ശാരീരികമാകാം, ചിലപ്പോൾ ആരോഗ്യപരമാകാം, സ്നേഹമാകാം, സുവിശേഷമാകാം, ദൈവിക, ഇങ്ങനെ പല കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരിൽ നിന്നും തിരിച്ചു കിട്ടാൻ ദൈവം അനുവദിക്കുന്നില്ല. എല്ലാവരിൽ നിന്നും ഈ സ്നേഹം തിരിച്ചു കിട്ടാൻ, ഈ പരിഗണന തിരിച്ചു കിട്ടാൻ, അയ്യോ ബ്രദർ അങ്ങനെ ചെയ്തതാണല്ലോ. യഥാർത്ഥത്തിൽ ബ്രദർ ചെയ്തതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സൂം പ്രയറിൽ, ഈ സൂമില്, ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരു 50,000 പേര് കൂടുതലുണ്ടായേനെ. ദൈവം ആകെ ഒരു 164 പേരെ തന്നിട്ടുള്ളൂ. 164 കുടുംബം. നമുക്കൊരു പല ഐഡിയകളിലും 2-3 പേര് ഇരിക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ മാക്സിമം പോയ ഒരു 500 പേര് അല്ലെങ്കിൽ ഒരു 350 പേര്, അത്രയും പേരുണ്ടാവും. ദൈവം ഇത്രയും പേരെ അനുവദിച്ചിട്ടുള്ളൂ ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ. കാരണം ബാക്കിയുള്ളത് ദൈവം കൊടുത്തോളാന്ന്. ബ്രദറ് ആയ കാലത്ത് വായ്പ കൊടുത്തത് ദൈവം തിരിച്ചു കൊടുക്കൂന്ന്. ദൈവത്തിന് വായ്പ കൊടുത്തത്, കർത്താവിന് വായ്പ കൊടുത്തത് ദൈവം തിരിച്ചു കൊടുത്തോളൂന്ന്. അത് ദൈവം തന്റെ പ്രതിഫലം തന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാ ചിലരെ മാറ്റുന്നത്, ചിലരെ പ്രതിഫലം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റി നിർത്തുന്നത്. അതുകൊണ്ടാണ് ഇന്നും ശക്തിയോടെ സുവിശേഷത്തിന്റെ മുൻപിൽ നിൽക്കുന്നത്. അല്ലെ പണ്ടേ അല്ലെങ്കിൽ തകരേണ്ട പല അനുഭവങ്ങൾ ഉണ്ടായിട്ടും, കരയേണ്ട അനുഭവം ഉണ്ടായിട്ടും, നിലവിളിച്ച് നിൽക്കേണ്ട അനുഭവം ഉണ്ടായിട്ടും അവിടെയൊന്നും നിലവിളിക്കാതെ കർത്താവിന് വേണ്ടി ഇപ്പോഴും ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളത് ദൈവം ചിലത് അനുവദിക്കുന്നതാ. ദൈവം അനുവദിക്കുമ്പോ കർത്താവ് പറയുന്നതാ, ലോകം തരാത്തത് മകനെ മകളെ ഞാൻ തരാം, ലോകത്തിന് തരാൻ പറ്റാത്തത് ഞാൻ തരാം, അത് മതി നിനക്ക്. പൗലോസേ, നിന്റെ മേലൊരു മുള്ളുണ്ട്, പക്ഷേ നിനക്ക് എന്റെ കൃപ മതി, നിനക്ക് എന്റെ സ്നേഹം മതി, നിനക്ക് എന്റെ കരുതൽ മതി. ദൈവം അതാ തരാൻ ആഗ്രഹിക്കുന്നത്. കാരണം സ്വർഗത്തിൽ പ്രതിഫലം തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗീയ പ്രതിഫലം നിന്റെയൊക്കെ ഭവനത്തിൽ തരാൻ, നിനക്കൊക്കെ തരാൻ ദൈവം, നമുക്കൊക്കെ തരാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ, ചിലത് മനുഷ്യരെ കൊണ്ട് ബ്ലോക്ക് ചെയ്യിക്കുന്നു. നമ്മൾ കൊടുത്ത വായ്പേ, സ്വർഗത്തിന് കൊടുത്ത വായ്പ, ആ ദൈവത്തിന് യഹോവയ്ക്ക് കൊടുത്ത വായ്പ, അത് മനുഷ്യരിൽ നിന്ന് കിട്ടാൻ ദൈവം അനുവദിക്കുന്നില്ല. ചിലപ്പോ സ്വർഗത്തിൽ നിന്ന് മതി. എവിടെയാ വീട് വേണ്ടത്? നല്ല വീട് എവിടെയാ വേണ്ടത്? ഇവിടെ വേണോ അവിടെ വേണോ? നിങ്ങൾ തീരുമാനിച്ചോ. ഫാസ്റ്റിംഗ് എടുക്കുന്നവർ തീരുമാനിച്ചോ. 5 നില കെട്ടിടം, റിലയൻസ് അംബാനിയുടെ വീട് പോലത്തെ വീട് ഇവിടെ വേണോ അവിടെ വേണോ? ഇവിടെ അംബാനി ലിഫ്റ്റിൽ കൂടെ 5-ാം നിലയിലേക്ക് പോകും, അവിടുന്ന് 8-ാം നിലയിലേക്ക് പോകും, അവിടുന്ന് താഴോട്ട് വരും. ആയിരക്കണക്കിന് മറ്റേ സേവകരും ആയിരക്കണക്കിന് ആളുകളൊക്കെ ശുശ്രൂഷിക്കാനുണ്ടാകും. ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വേണോ അവിടെ വേണോ എന്ന് നമ്മളാ തീരുമാനം എടുക്കണ്ടേ ദൈവത്തിന്റെ മുൻപിൽ. മത്തായി സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 46-ാം വാക്യം ഒന്ന് വായിച്ചാൽ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? എല്ലാവരുടെയും പരാതി എന്നറിയാമോ? സകല മനുഷ്യരുടെയും പരാതി എന്നറിയാമോ? ബ്രദറെ, പരിഗണിക്കുന്നില്ലെന്ന്. ബ്രദറെ, മക്കൾ എന്നെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുന്നില്ല. അതിൽ ഇങ്ങനെ നമുക്ക് പരാതിയാ, പലർക്കും പരാതിയാ. പക്ഷെ ദൈവം പറയുന്നത് എന്തുവാ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ച എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്ത് പ്രതിഫലമുള്ള? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ, വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ മതത്തിലും. നിരീശ്വരവാദി അത് ചെയ്യുന്നുണ്ട്, സാത്താൻ സേവകനും അത് ചെയ്യുന്നുണ്ടാവും ചിലപ്പോ. അപ്പൊ നീയും അവനും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. അടുത്ത വാക്യം വായിച്ചോ. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്റെ സ്നേഹിതൻ, എന്റെ സഹോദരനെ കാണുമ്പോൾ മാത്രം അഭിവാദനം, അവനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ബഹുമാനം, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലെങ്കിൽ എന്താ വ്യത്യാസമുള്ളേ? അടുത്ത വാക്യം വായിച്ചോ. വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമുക്ക് പരിപൂർണനാകണമെങ്കിൽ, ഒരു വ്യക്തി വിശുദ്ധിയിലേക്ക് കടക്കണമെങ്കിൽ, പരിപൂർണനാകണമെങ്കിൽ ദൈവം ഒരു പരീക്ഷണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ഒരു പരീക്ഷണം. ഈ പരീക്ഷണമായത് നീ കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവനായി മാറും, തിരിച്ച് പ്രാപിക്കാൻ നിനക്ക് യാതൊരുവിധ വഴിയും തരത്തില്ല. ദൈവം എല്ലാം അടച്ചു കളയുന്നു. ദൈവം എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയും. നീ അങ്ങോട്ട് കൊടുക്കും, തിരിച്ചൊന്നും കിട്ടില്ല. സ്നേഹം കൊടുക്കും, സ്നേഹം കിട്ടത്തില്ല. സന്തോഷം കൊടുക്കും, സന്തോഷം കിട്ടത്തില്ല. പണം കൊടുക്കും, പണം കിട്ടത്തില്ല. സഹായം കൊടുക്കും, സഹായം കിട്ടത്തില്ല. നിന്റെ അധ്വാനം നീ വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുക്കും,
നിനക്ക് തിരിച്ചു കിട്ടത്തില്ല. നീ ഒരുപാട് ചെയ്തു കൊടുക്കും, പക്ഷെ ഒന്നും ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ടൊന്നുമില്ല. ഇങ്ങോട്ടുള്ളത് 0. ഇത് ദൈവം അനുവദിക്കും. എല്ലാവർക്കും അല്ല കേട്ടോ, എല്ലാവർക്കും അല്ല. ചില മേഖലകൾ അതാ ഏതാന്ന് വിവേചിച്ചറിയണം നമ്മൾ. ഞാനിത് ഫാസ്റ്റിംഗ് പ്രയർ ആയതുകൊണ്ടാണ് മറ്റൊരു കാറ്റഗറി പറയാത്തത്. കാരണം ദൈവമക്കളായതുകൊണ്ട്, ദൈവ പൈതലായതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളെക്കുറിച്ച് മാത്രം പറഞ്ഞു പോകുന്നതിന്റെ കാരണം അതാ. ചിലതുണ്ട് ദൈവം പോലും ആഗ്രഹിക്കുന്നില്ല അവനൊരു കരുണ കിട്ടാൻ. അങ്ങനെയുള്ള കേസുകളുണ്ട്. അതായത് ആരെങ്കിലും സഹായമായിട്ട് ചെല്ലുമ്പോൾ ആ പോണവന്റെ വണ്ടി ഇടിക്കും. ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ച് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആ പോകുന്നവനെ പോണ വഴിക്ക് വണ്ടി ഇടിക്കുക. അവന് പോലും സഹായം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് ചില ശാപത്തിന്റെ മേഖലയാ. അതല്ല ഇവിടെ പറയുന്നേ. ദൈവമക്കളാണെങ്കിലും വിശുദ്ധിയിൽ നിൽക്കുന്നവരാണെങ്കിലും ചിലത് നമ്മൾ കൊടുത്തത് തിരിച്ചു കിട്ടാത്ത വണ്ണം ദൈവം തന്നെ ചില വാതിലുകൾ അടച്ചു വയ്ക്കും. ഇവിടെ നീ എന്ത് പ്രവർത്തിക്കുന്നു, ഇവിടെ നീ എന്ത് ഫലം കൊടുക്കുന്നു. കഴിഞ്ഞ ആഴ്ചയില് ബ്രദർ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ പറഞ്ഞു. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, ഫലം സ്വീകരിക്കാൻ പലരെ വിട്ടു, ഫലം സ്വീകരിക്കാൻ പല ആളുകളെ വിട്ടു. നിന്റെ അടുത്ത് ചോദിക്കും, ഫലം സ്വീകരിക്കാൻ എന്താ ഉള്ളേ, നീ എന്ത് കൊടുത്തു? ദൈവത്തിന്റെ ദൂതന്മാര് വരും. നീ എല്ലാം ചെയ്തു, നിനക്ക് തിരിച്ചു കിട്ടുന്നില്ല. ഈ തിരിച്ചു കിട്ടാതെ വരുമ്പോ ദൂതം പുറത്ത് നിൽക്കുക, നിന്റെ വീടിന്റെ പുറത്ത്. അപ്പൊ മുറുമുറുപ്പാണ് നീ കൊടുക്കുന്നതെങ്കിൽ, ദേഷ്യം, വെറുപ്പ്, വൈരാഗ്യം, പരാതി, അയ്യോ ഞാൻ എത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടി, ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നിന്റെ പ്രതിഫലം പോയി. അവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റത്തില്ല. എന്നാ അപ്പോഴും അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ, അപ്പോഴും സന്തോഷത്തോടെ പറഞ്ഞേ, സന്തോഷത്തോടെ നിന്നേ. ഇത് എത്ര പേർക്ക് പറ്റൂന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് ഇത് ചെയ്യാനാ പറഞ്ഞേ. കർത്താവ് ഈ രീതിയിൽ മുന്നോട്ട് പോകാനാ നമ്മളോട് പറഞ്ഞത്. കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ നിൽക്കണം? ഇളിമ്പനായി നിൽക്കണോ? ദൈവസന്നിധിയിൽ പ്രതിഫലം വാങ്ങാൻ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നിൽക്കേണ്ടത്? ദൈവസന്നിധിയിൽ പ്രതിഫലം വാങ്ങാൻ പോയി നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കണം? എന്താ ആഗ്രഹം? നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? നമ്മളവിടെ പോയിട്ട് തല ചൊറിഞ്ഞ് നിന്നിട്ട് കാര്യമുണ്ടോ? കർത്താവ് എന്തെങ്കിലും ഞാൻ ചെയ്ത ആത്മീയ പ്രവർത്തികൾ, ഞാൻ ശുശ്രൂഷ ചെയ്തു, ഞാൻ പ്രേക്ഷിത വേല ചെയ്തു. ആ ഷിബു ബ്രദർ നടത്തിയ ധ്യാനമില്ലേ, ആ ധ്യാനത്തില് ബ്രദർ ഇങ്ങനെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ ചിലര് മറഞ്ഞു വീണു. അപ്പൊ ഞാൻ പിടിച്ചു, ഞാൻ പോയി കഷ്ടപ്പെട്ട് പിടിച്ചു. എന്റെ കൈയും കാലൊക്കെ പൊട്ടി. കർത്താവേ ഞാൻ പിടിച്ചു. അപ്പൊ കർത്താവ് പറയും, നീ പിടിച്ചു ശരിയാ, നീ പിടിച്ചു ശരിയാ, പക്ഷെ നീ പിടിച്ചിട്ട് നീ ഒരു ചിരി ചിരിച്ചു, അത് ഞാൻ കണ്ടു. എന്താ ചിരി? പിശാചിന്റെ ബന്ധനമുള്ളവരല്ലേ നീ എന്ന് നോക്കിയിട്ട് നീ ഒരു ചിരി ചിരിച്ചല്ലോ, അതും ഞാൻ കണ്ടു. അതുകൊണ്ട് പ്രതിഫലം 0, നിനക്കൊന്നുമില്ല. 1 കൊരിന്തോസ് അതിന്റെ 3-ാം അധ്യായം അതിന്റെ 13 മുതൽ. ഓരോരുത്തരുടെയും പണി പരസ്യമാകും, കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അതായത് ഈ സാധാരണ നമ്മള് ചിലർക്ക് പൈസ കൊണ്ടു കൊടുക്കുമല്ലോ, കല്യാണ വീട്ടിലൊക്കെ പൈസ കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചില ആളുകൾക്ക് അഭിമാനികളാണെങ്കിൽ അങ്ങോട്ട് തിരിയുന്ന സമയത്ത് ആരും കാണാതെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി കൊണ്ടു കൊടുക്കും, ചുരുട്ടി പിടിച്ചു കൊടുക്കും. പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കുന്ന പോലെ ആരും കാണാതെ പുറകെ കൂടെ കൊടുക്കും, ഫ്രണ്ടിൽ കൂടെ കൊടുക്കും, അല്ലെങ്കിൽ പോക്കറ്റിലിട്ട് മറ്റേ കെട്ടിപ്പിടിക്കുന്ന ഹസ്തദാനം ചെയ്യുന്ന നേരത്ത് മറ്റേ പോക്കറ്റിലിട്ട് കൊടുക്കും. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കൊടുക്കും, ആരും കാണണ്ട, മോശക്കേട് ഉണ്ടാക്കണ്ട. കർത്താവ് ഈ പരിപാടി ഒന്നും കാണിക്കത്തില്ല. കർത്താവിന്റെ ദിനത്തില് പരസ്യമായിട്ടാ തരുന്നേ, എല്ലാവന്മാരുടെ മുമ്പിൽ വെച്ചിട്ടാ തരുന്നേ. അത് ഏതവനാണെങ്കിലും, ഏത് ഉന്നതനാണെങ്കിലും, ഏത് താഴ്ന്നവനാണെങ്കിലും സകലർക്കും കൊടുക്കുന്ന ഒരു പ്രതിഫലത്തെ കുറിച്ച് പറയുന്നേ. ഒന്നൊരു വായിച്ചോ. ഓരോരുത്തരുടെയും പണി പരസ്യമാകും, പണി പരസ്യമാകും, കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. ദൈവത്തിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ആൻഡ്രു ബ്രദറെ ഈ വാക്യം വായിച്ചപ്പോൾ ഇത് ആർക്കൊക്കെയാണുള്ളത് എന്നൊന്ന് പറയാൻ പറ്റും? ഈ പ്രതിഫലം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഈ മേഖല ഇപ്പൊ ഈ പറഞ്ഞ് ആർക്കൊക്കെയാ? ദൈവമക്കൾക്കും ലോകമക്കൾക്കും ഉണ്ടോ? അത് എല്ലാവർക്കും ഉണ്ടോ? ഇപ്പൊ യേശുവിന്റെ മുമ്പിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? ഇപ്പൊ ഈ കർത്താവിന്റെ ദിനത്തില് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെയും പണി പരസ്യമാകും, കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അപ്പൊ ഈ കർത്താവിന്റെ ദിനത്തില് ഇവിടെ ആരൊക്കെയുണ്ട്? ഈ പ്രതിഫലം സ്വീകരിക്കാൻ ആരൊക്കെയുണ്ട്?
ദൈവഭവനത്തിലുള്ളവർ മൈക്കിക്കൂടെ പറ. ദൈവഭവനത്തിലുള്ളവർ. ഞാൻ പരസ്യമായിട്ട് ചോദിച്ചേ, രഹസ്യമായിട്ടല്ല, സ്വകാര്യം ചോദിച്ചില്ല. ഓക്കെ, അപ്പൊ ദൈവഭവനത്തിലുള്ളവർക്ക്, അതായത് ഇന്ന് ഈ കൂട്ടായ്മയിലുള്ളവർക്ക് ഉള്ളൂ കേട്ടോ, പുറത്തുള്ളവർക്കില്ല, ദുഷ്ടന്മാർക്കില്ല അല്ലെ? തിന്മ ചെയ്യുന്ന ദുഷ്ടന്മാർക്കുണ്ടോ അവിടെ? ദൈവഭവനത്തിലുള്ളവരാണെങ്കിൽ പോലും അവന്റെ പണി നേരെ ചൊവ്വല്ലെന്നുണ്ടെങ്കിൽ, അതായത് ഈ ന്യായവിധിയെ കുറിച്ച് പറയുന്നത്, ഈ ന്യായവിധി ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂന്ന്. ഈ ന്യായവിധി, മറ്റൊരു ന്യായവിധി ഉണ്ട്, അന്ത്യന്യായവിധി. അത് ഇടതും വലതും തിരിക്കുന്ന ന്യായവിധിയാ, രണ്ട് ഭാഗമായിട്ട് തിരിക്കുന്നതാ. പക്ഷെ ഇവിടെ കൊരിന്ത് ലേഖനത്തിന് 3:13 പറയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനോ, യേശുവിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഓരോരുത്തരുടെയും പണി പരസ്യമാകും, കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലെന്ന് അഗ്നി തെളിയിക്കും. അതിന്റെ അവസാനം പറഞ്ഞത് എന്തുവാ? അഗ്നിയിലൂടെ ഒന്നും അവൻ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുന്നവർക്ക് മാത്രമുള്ള കാര്യമാണ്. പക്ഷെ ഈ രക്ഷ പ്രാപിച്ച് അവിടെ ചെല്ലുമ്പോൾ ഓട്ടക്കാലിനായിട്ട് നിൽക്കേണ്ട അവസ്ഥയുണ്ട്, സമ്പന്നനായിട്ട് നിൽക്കേണ്ട അവസ്ഥയുണ്ട്. ഇത് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചിലര് ഓട്ടക്കാലിനെ ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല അവരുടെ കയ്യിൽ, സീറോ, ഒരു പ്രതിഫലവും ഇല്ല. കാരണം എന്താ? അവരുടെ പണി ദൈവത്തിന് സ്വീകാര്യമല്ല. യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ, ദൈവത്തോടുള്ള സ്നേഹത്താൽ ആ മേഖലയിൽ ദൈവത്തിന്റെ ന്യായാസനത്തിൽ പോയി നിൽക്കും. പണിയെടുത്തതിന്, അതായത് പ്രേക്ഷിത വേല ചെയ്തു, മറ്റേ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെട്ടു, ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് അനേക കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് മേഖലകൾ കഷ്ടപ്പെട്ടു. ഇതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തെ സ്വീകരിച്ചു, ഇതൊക്കെ ഉണ്ട്. പക്ഷെ പ്രതിഫലം സീറോ. ചിലർക്ക് പ്രതിഫലം അനുഗ്രഹം വലിയ രീതിയിൽ. അതെന്താ കർത്താവേ അങ്ങനെ? ഞങ്ങളൊക്കെ യേശുവിനെ സ്വീകരിച്ചു, യേശുവിന്റെ മുമ്പിലായിരുന്നു, ഞങ്ങൾ ഈ പണിയെടുത്തു, ഇതൊക്കെ ചെയ്തു. അതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്. അതാണ്, ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും, ആരുടെ പണി അഗ്നിയിരയാവുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. അതായത് ചിലർ പണിതത് എന്താണെന്ന് അതിന്റെ മുകളിൽ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും. 6 ടൈപ്പ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വർണം, വെള്ളി, രത്നം, തടി, പുല്ല്, വൈക്കോൽ. 6 കാറ്റഗറി. ഈ 6 കാറ്റഗറിയിൽ നമുക്ക് 2ആയിട്ട് തിരിക്കാം. പൊന്ന്, വെള്ളി, കല്ല്, അതായത് രത്നം. ഇത് 3ഉം എന്ത് കാറ്റഗറിയാണ്? വില പിടിപ്പുള്ളതാണ്. പൊന്ന്, വെള്ളി, ഈ പറയുന്ന രത്നം. ഇതിന് 3നും ഒരു പ്രത്യേകതയുണ്ട്. ഇത് 3ഉം അഗ്നി ഇതിനെ ശോധന ചെയ്താൽ എന്ത് സംഭവിക്കും? സ്വർണം അഗ്നിയിലിട്ട് ഉരുക്കി എന്ത് സംഭവിക്കും? അതിന്റെ അശുദ്ധി മാത്രം പോവും, സ്വർണം അങ്ങനെ തന്നെ നിലനിൽക്കും, വെള്ളിയും അങ്ങനെ തന്നെ നിലനിൽക്കും, ഈ രത്നവും അങ്ങനെ തന്നെ നിലനിൽക്കും. എന്നാൽ മരത്തിന്റെ മേൽ അഗ്നി വന്നെന്ത് സംഭവിക്കും? മരം കത്തിപ്പോവും. പുല്ലിന്റെ മേൽ അഗ്നി വന്നെന്ത് സംഭവിക്കും? കത്തിപ്പോവും. വൈക്കോലിന്റെ മേലാണെങ്കിൽ ഒരൊറ്റ ആളൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോൾ തീർന്നു ചോദിച്ചാൽ മതി. നിന്റെ പണി എങ്ങനെയുള്ളതാണ്? ഇത് കർത്താവ് നോക്കും. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഡെലിവറൻസ് ശുശ്രൂഷയുടെ ഒരു മേഖലയിൽ, ഞാനിപ്പോൾ വിദേശത്തുള്ള ആഫ്രിക്കയിലുള്ള ഡെലിവറൻസ് ഒക്കെ ചില കാര്യങ്ങൾ നടക്കുന്ന കാണുമ്പം അവിടെ എല്ലാം പിടിക്കാൻ നിൽക്കുന്ന പുരുഷന്മാരാണ്, സ്ത്രീകൾ പിടിക്കാൻ നിൽക്കുന്നില്ല. എല്ലാം പിടിക്കാൻ നിൽക്കുന്ന പുരുഷന്മാരാണ്. അതായത് സ്ത്രീകളാണ് വീഴുന്നതെങ്കിലും പുരുഷന്മാരാണ് വീഴുന്നതെങ്കിലും പിടിക്കാൻ താങ്ങാൻ നിൽക്കുന്നതൊക്കെ പുരുഷന്മാർ തന്നെയാണ്. കാരണം ആരോഗ്യമുള്ളത് പുരുഷന്മാരായതുകൊണ്ടായിരിക്കാം, അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവർ നിൽക്കും. നമ്മളവിടെ നേരെ തിരിച്ചാണ്, സ്ത്രീകൾക്ക് സ്ത്രീകളും പുരുഷന്മാർക്ക് പുരുഷന്മാരും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ജീസസ് മിഷനിൽ ഇന്ന് വരെ ഞങ്ങൾ യൂത്തിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടില്ല, ഇങ്ങനൊരു സംസാരമേ കേട്ടിട്ടില്ല. അതായത്, എടാ നിന്റെ ഡെലിവറൻസ് എന്തായിരുന്നു, നീ എന്താ അവിടെ കാണിച്ചു കൂട്ടിയേ? ഇങ്ങനൊരു സാധനം ഞങ്ങളുടെ ഇടയിൽ കേട്ടിട്ടേ ഇല്ല. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഇന്നുവരെ കേട്ടിട്ടില്ല. കാരണം നമുക്കറിയാം അത് ചെയ്തത് ആരാ? ആ ഡെലിവർ ആയപ്പോൾ ഇറങ്ങിപ്പോയത് പിശാചാ. അവനെ കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിച്ചത്, ബഹളം ഉണ്ടാക്കിച്ചത്, പ്രശ്നം ഉണ്ടാക്കിച്ചത് ആരാ? സ്പിരിറ്റാണ്. എന്നാ നേരെ തിരിച്ച് ചില നമ്മുടെ കഴിഞ്ഞതിന് മുമ്പത്തെ ഓണം ക്യാമ്പിനാന്ന് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ 2-3 വർഷം മുമ്പുള്ള ഒരു ഓണം ക്യാമ്പിന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ യൂത്ത് പെൺപിള്ളേരെല്ലാവരും മറ്റേ ക്രിസ്ത്യൻ പിള്ളേരുടെ കൊച്ചുങ്ങളുടെ പരിപാടിയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും കളിയാക്കിയൊക്കെ നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി?
അതൊന്നുമില്ല ബ്രദറെ, അവളുടെ ഡെലിവറൻസിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത്. അവള് കാണിച്ചത് അവള് തല ഉറങ്ങി വീഴുന്നു, മുടി അഴിച്ചിട്ടാടുന്നു, എന്തൊക്കെ ബഹളായിരുന്നു, അത് പറഞ്ഞ് കളിയാക്കിയതാ. ഞാൻ പറഞ്ഞു നിനക്ക് നാണാവില്ല ഇത് പറയാൻ? ഇതും പറഞ്ഞാണ് ഒരാളെ കളിയാക്കുന്നേ. എങ്ങനെയെങ്കിലും ക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കാൻ നിൽക്കുക. അപ്പൊ നിന്റെ പ്രേക്ഷിത വേല എവിടെ പോയി? അത് വൈക്കോല് പോലെ കത്തിപ്പോയി. നീ പോയി പിടിക്കാൻ നിന്ന് അതിനിടയിൽ ഈ വിദ്വേഷം അല്ലെങ്കിൽ ഈ കളിയാക്കലും ഈ പ്രശ്നമൊക്കെ ആണെങ്കിൽ നിന്റെ പ്രേക്ഷിത വേല എന്തായി? അത് വൈക്കോല് പോലെ അത് തീർന്നു. ഇല്ല, പിന്നെ അതിനെ പ്രേക്ഷിത വേല എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. അവരാണ് ദൈവസന്നിധി ചെല്ലുമ്പോ പൂച്ചിനായി നിൽക്കുന്നത്, ഒന്നുമില്ലാത്തവനായി എളിമ്പിനായി നിൽക്കേണ്ടി വരിക. ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, തിരിച്ചറിയുക. അതായത് ഈ പറയുന്ന 6 ആളും 6 കാറ്റഗറിയിൽ ചെയ്ത ആളും, അതായത് സ്വർണം കൊണ്ടാകട്ടെ, വെള്ളി കൊണ്ടാകട്ടെ, കല്ലുകൊണ്ടാകട്ടെ, വൈക്കോല് കൊണ്ടാകട്ടെ, മരം കൊണ്ടാകട്ടെ, ഈ പുല്ല് കൊണ്ടാകട്ടെ, എന്താണോ നിന്റെ പണി, ഇതെല്ലാം ദൈവവേലകളാ, എല്ലാം ദൈവവേലകളാ. പക്ഷെ ചിലത് പുല്ല് പോലെ, ചിലത് വൈക്കോല് പോലെ, ചിലത് മരം പോലെ, പക്ഷെ ചിലതുണ്ട് സ്വർണം പോലെ. നമ്മുടെ പ്രവൃത്തി എങ്ങനെയാകണമെന്ന് നമ്മളിപ്പോൾ തീരുമാനിച്ചു. കാരണം അല്ലെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാവുന്ന പറഞ്ഞത്? ഒന്നും ലഭിക്കാത്തവന്റെ പണി പോലെ. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. അഗ്നി അതിനെ കത്തിച്ചു കളയും. അവന് നഷ്ടമാ, അവൻ സീറോ, അവൻ ഒന്നുമില്ലാത്തവനെ പോലെ നിൽക്കേണ്ടി വരും. അയ്യോ കർത്താവേ ഞാൻ സുവിശേഷ വേല ചെയ്തു, അയ്യോ കർത്താവേ ഞാൻ ഡെലിവറൻസ് ചെയ്തു, ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. സ്നേഹമില്ലെങ്കിൽ തീർന്നു. നിന്റെ പ്രവൃത്തി ദൈവത്തിനാണോ ഉള്ളത്, അതോ നിന്റെ മേന്മയ്ക്കാണോ ഉള്ളത്? മനുഷ്യരിൽ നിന്ന് പ്രതിഫലം നോക്കിയിട്ടാണോ, അതെ ദൈവത്തിന്റെ പ്രതിഫലത്തിനാണോ നീ ചെയ്തത്? ഇതെല്ലാം കർത്താവ് നോക്കും. നമ്മൾ ഇക്കാലം എത്രയും ചെയ്ത പല പ്രവൃത്തികളും ഒരുപക്ഷെ ദൈവസന്നിധിയിൽ ഇതുവരെ നമ്മുടെ അക്കൗണ്ട് ഇപ്പോഴും മൈനസ് ബാലൻസ് ആയിരിക്കും. ഇപ്പോഴും നമ്മുടെ അക്കൗണ്ട് പലതും മൈനസ് ബാലൻസാ. കാരണം എന്താ? നമ്മൾ ഈ ചെയ്തതിനൊക്കെ എന്തൊക്കെയോ പ്രതിഫലം തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ ചെയ്തതുപോലെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും, ഞാൻ അത് ചെയ്തതുപോലെ. ഇതൊന്നും അല്ലെന്നേ കർത്താവ് പറയുന്ന നേരെ തിരിച്ചാ. നീ കൊടുത്തതൊക്കെ നിനക്ക് തിരിച്ച് കിട്ടാതിരുന്ന സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ട് എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ദൈവത്തിൽ നിന്നും ഒരു പ്രതിഫലം, നിന്റെ പ്രതിഫലം സ്വർണമാകണമെങ്കിൽ, നിന്റെ പ്രതിഫലം അത് വജ്രത്തെ പോലെയോ വെള്ളിയെ പോലെയോ ഒക്കെ ആകണമെങ്കിൽ, സ്വർഗത്തിലൊരു പ്രതിഫലം വേണമെങ്കിൽ നീ ഇവിടെ ചില സഹനങ്ങൾ, ചില ദുഃഖങ്ങൾ, ചില വേദനകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കണം. സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റെടുക്കണം. റോമാലേഖനം 14:10 വായിക്കാമോ ബ്രദറെ? നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു? അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ. നീ എന്തിന് സഹോദരനെ വിധിക്കുന്നു? അല്ല, നീ എന്തിന് സഹോദരനെ ധിക്കരിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവമക്കളെ കുറിച്ചാണ് അല്ലെ. സഹോദരങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ റിലേഷൻ അല്ല, മറ്റുള്ള അയൽവക്കക്കാരന്റെ റിലേഷൻ അല്ല, ദൈവസഭയുടെ അകത്തുള്ളവനെ കുറിച്ചാണ്. കാരണം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹോദരൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വർഷിപ്പ് നടത്തി, സ്തുതിപ്പ് നടത്തി, ആരാധന നടത്തി, വലിയ വചനം പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആൻഡ്രൂനെ കളിയാക്കലും ആൻഡ്രൂനെ തേജോവധം ചെയ്തലും ഇങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ പ്രവൃത്തി എന്തായി? വൈക്കോല് പോലെ. ഞാനിവിടെ ഒരു ദിവസം മുഴുവൻ നിന്ന് പ്രിപ്പറേഷൻ നടത്തി, ക്ലാസ് എടുത്ത്, മണിക്കൂറുകൾ നിന്ന് തൊണ്ട പൊള്ളി, ഇവിടെ നിന്ന് സംസാരിച്ച്, ഇതെല്ലാം ചെയ്തത് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ കർത്താവ് അവിടുന്ന് ഓർമ്മയില്ലേ? ആ ഏപ്രിൽ മാസം 6-ാം തീയതി ആ ശുശ്രൂഷയിൽ നിന്നത് കർത്താവ് നോക്കിയാ ബുക്കിൽ സൂക്ഷിച്ചു നോക്കിയേ. കർത്താവ് പറയും, എടാ അതിൻ്റെ താഴോട്ട് നീ ഇറങ്ങിയപ്പോ നീ 12 മണിക്കൂർ 14 മണിക്കൂർ അധ്വാനിച്ചത് ആ താഴോട്ട് ഇറങ്ങിയപ്പോ ഒരു 10 മിനിറ്റ് കൊണ്ട് നീ അത് കത്തിച്ചു കളഞ്ഞു. സംഭവം ശരിയാ. ഏപ്രിൽ 6-ാം തീയതി നീ ചെയ്തത് എൻ്റെ കയ്യിലുണ്ട്. 4 മണിക്കൂർ 8 മണിക്കൂർ നീ സ്വർഗത്തിന്റെ മുമ്പിൽ കരമുയർത്തി ആരാധിച്ചത് ശരിയാ, ഉണ്ട്, അതിവിടെ ഉണ്ട്, ഇതേ നോക്കിയുണ്ട്. പക്ഷേ ആ ആരാധന കഴിഞ്ഞ് തൊട്ടടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നീ സഹോദരനോട് പ്രവർത്തിച്ചുണ്ടല്ലോ, സഹോദരനെ നിന്ദിച്ചുണ്ടല്ലോ, അതോട് ഇതെല്ലാം കത്തി അങ്ങോട്ട് പോയി, കത്തി അമർന്നു. വൈക്കോല് പോലെ കത്തി, പുല്ല് പോലെ കത്തി, ഇല്ലാതെയായിപ്പോയി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ,
ദൈവസന്നിധിയിൽ നമ്മുടെ അധ്വാനങ്ങൾ ഉണ്ടാകണം, ദൈവവേല ഉണ്ടാകണം. കർത്താവിന് വേണ്ടി ചെയ്ത പ്രേക്ഷിത വേല, ക്രിസ്തുവിന് വേണ്ടി ചെയ്തത്, ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്തതെല്ലാം ദൈവസന്നിധിയിൽ ഉണ്ടാകണമെങ്കിൽ കർത്താവ് പറയുക, നീ പരിപൂർണനാകണമെങ്കിൽ ഒരു കാര്യമുണ്ട്. നീ എന്ത് ചെയ്യണം? ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ വിജാതിയർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. പകരം നിന്നെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കണം. നിനക്ക് തിരിച്ചു കിട്ടാത്തോടത്ത് നീ സ്നേഹം കൊടുക്കണം. നിന്നെ ദ്വേഷിക്കുന്നവരെ, നിന്നെ വെറുക്കുന്നവരെ, നിനക്കെതിരെ പഴിവാക്ക് പറയുന്നവരെ, നിന്നെ കുറ്റം പറയുന്നവരെ, നീ മോശക്കാരിയാണെന്ന് ആയിരക്കണക്കിന് ആളുകളുടെ അടുത്ത് പറയുന്നവരെ, അവരെ നീ സ്നേഹിക്കണം. അവർക്ക് നീ വെച്ചു വിളമ്പി കൊടുക്കണം, അവർക്ക് നീ ചെയ്തു കൊടുക്കണം. അവരുടെ കാര്യം ചെയ്യുമ്പോൾ കർത്താവ് പറയുകയാണ്, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അപ്പോൾ നീ പരിപൂർണനാകും. അപ്പോഴേ നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി, ദൈവ പൈതലായി, ദൈവ മകനായി, ദൈവ മകളായി മാറുന്നുള്ളൂ. അല്ലേ നീ ചെയ്തതെല്ലാം സീറോ, എല്ലാം വൈക്കോല് പോലെയാണ്.